Welcome to the Bible study series with Dr. Ajit. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ വേദപഠനം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. Yes, you will be tremendously blessed and your life will never be the same again. These are powerful teachings that will revolutionize your life and cause you to be a person who makes great impact in these last times for the glory of God. കഴിഞ്ഞ ക്ലാസ്സിൽ എഫേസ്യർക്കെഴുതിയ ലേഖനം 1:3-6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന 7 കൂട്ടം അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. അതിന്റെ ആദ്യത്തെ 3 അനുഗ്രഹങ്ങളാണ് നാം ചിന്തിച്ചത്. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് ഉണ്ടായിരിക്കുന്ന യൂണിയനിൽ, ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ബിക്കോസ് വി ആർ ജോയിൻഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ, അവനിൽ എന്ന് പറഞ്ഞ ഈ പദപ്രയോഗം, ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, ഇൻ ഹിം, ബിഫോർ ഹിം എന്ന് പറഞ്ഞ ഈ പദപ്രയോഗം എഫേസ്യർക്കെഴുതിയ ലേഖനം 1-14 വരെയുള്ള വാക്യങ്ങൾ ഏകദേശം 8 പ്രാവശ്യമാണ് ആവർത്തിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ ക്രൈസ്റ്റ്, ഇൻ ഹിം, ബിഫോർ ഹിം, ക്രിസ്തുവിൽ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ, അവനിൽ എന്ന് പറഞ്ഞ ഈ പദപ്രയോഗം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് നമ്മെ ക്രിസ്തുവിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. പഴയത് കഴിഞ്ഞു, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിൽ, we are in Christ, we are joined with Christ, we are united with Christ, all our blessings are in Christ. അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. We are truly rich in Christ Jesus. ഈ വേദപഠനം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയും ദൈവം നമ്മെ എങ്ങനെയാണ് അനുഗ്രഹിച്ചിരിക്കുന്നത്, how have we been made truly rich in Christ Jesus, how we have immense and limitless wealth in Christ Jesus, and how God wants us to live in the reality of our true identity. അതേ, കർത്താവ് ക്രിസ്തുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ദൈവത്തിന്റെ കൃപാധനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നൊരു ബോധ്യത്താൽ നാം ജീവിക്കുമ്പോൾ പിന്നെ നാം ഭിക്ഷക്കാരെ പോലെ നാം ജീവിക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ യാഥാർത്ഥ്യത്തിൽ വളരെ കോൺഫിഡന്റായി, ജയകരമായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. We will not live like paupers, like beggars, but we will live realizing and knowing that we have an immense wealth in Christ Jesus. An immense wealth is at our disposal in Christ Jesus. We will live in the reality of it. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 3 അനുഗ്രഹങ്ങളാണ് നാം ചിന്തിച്ചത്. ആദ്യത്തെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. I am chosen of God. I am not an accident. I am chosen of God. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ക്രിസ്തുവിൽ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. രണ്ടാമത്തെ വലിയ അനുഗ്രഹം നാം ചിന്തിച്ചത്, ദൈവം എന്നെ ദത്തെടുത്തിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കുടുംബക്കാരനായിരിക്കുന്നു. അബ്ബാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ ദൈവമാക്കി തന്നിരിക്കുന്നു. So I am adopted into the family of God. I am a royalty. I am not an orphan. ഞാൻ ദൈവത്താൽ ദത്തെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തിന്റെ കുടുംബക്കാരനാണ്. I am a royalty. മൂന്നാമത്തെ വലിയ അനുഗ്രഹം നാം ചിന്തിച്ചത്, ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. I am accepted in the beloved. I am accepted in the beloved. Therefore I am no longer insecure. My identity crisis is over because God has made me significant. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു, ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ദൈവത്തിന്റെ കൃപാധനം, the true riches of his grace. നാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ധനം, ആ അവകാശം തിരിച്ചറിയുമ്പോൾ പിന്നെ we will not live like beggars. നാം പാപ്പരെ പോലെ, ഭിക്ഷക്കാരെ പോലെ, നാം ഏതുമില്ല, ഒന്നുമില്ലാത്ത ആ ഒരു മനോഭാവത്തിൽ ജീവിക്കുന്നവരല്ല. നാം ദൈവത്തിനു വേണ്ടി, സ്തോത്രം, അന്ത്യകാലങ്ങളിൽ കത്തുന്ന ജ്യോതിസുകളെ പോലെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കും. ഇന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അതിന്റെ 7-14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ബാക്കിയുള്ള 4 വലിയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. 4-ാമത്തെ വലിയ അനുഗ്രഹം എന്താണ്? ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു, നമ്മുടെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചിരിക്കുന്നു. That I am redeemed of God and all my sins are forgiven. 5-ാമത്തെ വലിയ അനുഗ്രഹം എന്താണ്? ദൈവത്തിന്റെ ഹിതത്തിന്റെ ആ മർമ്മം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മത്തെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. God
God has revealed the mystery of His will for the end time and the ages to come to us. God has revealed His will to us. ആറാമത്തെ വലിയ അനുഗ്രഹം എന്താണ്? ദൈവം നമുക്ക് സ്വർഗത്തിൽ ഒരു അവകാശം സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത്. God has reserved an inheritance for us in Christ Jesus in the heavenlies for us. ഏഴാമത്തെ വലിയ അനുഗ്രഹം എന്താണ്? നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. God has sealed us with His promised Holy Spirit so that He will redeem us totally when He appears. ദൈവം തന്റെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. What tremendous blessings that we have in Christ. Truly we are rich in Christ Jesus. We have a great wealth at our disposal. God has revealed to me the mystery of His will. I have a great inheritance in Christ in the heavenlies, and God has sealed me with His Holy Spirit. നമുക്ക് വീണ്ടും പെട്ടെന്ന് ഒന്ന് ചിന്തിക്കാം. 7-8 വാക്യം പറയുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. Reading in English, verse 7 and 8 of Ephesians chapter 1, in Him we have redemption through His blood, the forgiveness of our trespasses, according to the riches of His grace, which He lavished upon us in all wisdom and in insight. ദൈവം നമ്മെ ക്രിസ്തുവിൽ എന്താ ചെയ്തിരിക്കുന്നത്? ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ സകല പാപങ്ങളെയും ദൈവം ക്ഷമിച്ചിരിക്കുന്നു. ക്ലോസിയർക്ക് എഴുതിയ ലേഖനം 1-13-14 വാക്യത്തിൽ അത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്തു. 14 വാക്യം പറയുന്നത്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. Reading in Colossians chapter 1 verse 13 and 14, that He has transferred us from the domain of darkness and transferred us to the kingdom of His beloved Son, in whom we have redemption, the forgiveness of sins. ക്രിസ്തുവിൽ അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്, പാപമോചനമുണ്ട്. ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. വലിയ ഒരു വെളിപ്പാടാണ്, വലിയൊരു സത്യമാണ്. റിഡംഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടെടുപ്പ്, റിഡംഷൻ, ഗ്രീക്ക് പദം അപ്പോലോട്രൂസിസ് എന്ന് പറഞ്ഞൊരു പദമാണ്. അതിൻ്റെ അർത്ഥം ഒരു വില കൊടുത്ത് വാങ്ങിക്കുക, ഒരു വില കൊടുത്ത് വീണ്ടെടുക്കുക. ടു പേ എ പ്രൈസ് ആൻഡ് റാൻസം, ടു പേ എ പ്രൈസ് ആൻഡ് പർച്ചേസ് ആൻഡ് ലിബറേറ്റ് എന്ന് പറഞ്ഞ ഒരു പദമാണ്. ഒരു വില കൊടുത്ത് വാങ്ങിക്കുന്ന ആ ഒരു പദമാണ് റിഡംഷൻ എന്ന് പറഞ്ഞ ആ പദം. പൗലോസ് അപ്പോസ്തലന്റെ മനസ്സിൽ വന്ന ആ ചിത്രം, റോമ സാമ്രാജ്യത്തിൽ ഏകദേശം 60 ലക്ഷം അടിമകളായിരുന്നു ഉണ്ടായിരുന്നത്. സാധാരണ ചന്തകളിൽ ആടുമാടുകളെ വിൽക്കുന്നത് പോലെ തന്നെ അന്ന് റോമ സാമ്രാജ്യത്തിൽ ഈ അടിമകളെ വിൽക്കും. മനുഷ്യ അടിമകളെ ഇതുപോലെ തന്നെ വിലയ്ക്ക് വേണ്ടി വിൽക്കും. അതുകൊണ്ട് തന്നെ റോമൻ പ്രമാണികൾ വന്ന് വില കൊടുത്ത് അടിമകളെ വാങ്ങിക്കുന്ന ഒരു ചിത്രമാണ് ഇതിന് പിന്നിൽ പൗലോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത്. ഒരു വില കൊടുത്ത് ഒരു അടിമയെ വാങ്ങുന്നത് പോലെ തന്നെ യേശു എന്താണ് ചെയ്തത്? നമ്മെ വിലയ്ക്ക് വാങ്ങി. പാപത്തിന്റെ അടിമകളായ, പിശാചിന്റെ അടിമകളായ നമ്മെ ദൈവം വില കൊടുത്ത് വാങ്ങിച്ചു. We have been redeemed by Christ Jesus from the slave market of sin and Satan. നാം പാപത്തിന്റെയും പിശാചിന്റെയും അടിമകളായിരുന്നു. ഒരു വില കൊടുത്ത് യേശു നമ്മെ വീണ്ടെടുത്തു. എന്ത് വിലയാണ് യേശു കൊടുത്തത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പുണ്ട്. അവന്റെ രക്തത്താൽ. The price money, the ransom money was the blood of Jesus. യേശുവിന്റെ രക്തമായിരുന്നു ആ വില. ആ വില കൊടുത്താണ് നമ്മെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി ദൈവം ആ വിലയാണ് കൊടുത്തത്. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 1-18-19 വാക്യത്തിൽ നാം വായിക്കുന്നത്, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നമ്മുടെ നടുപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നും വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. നമ്മെ വീണ്ടെടുത്തത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ, ബൈ ദ പ്രൈസ് ഓഫ് ഹിസ് ബ്ലഡ്. നമ്മെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തത്താൽ, ദ പ്രൈസ്ലെസ് ബ്ലഡ് ഓഫ് ജീസസ്. അതുകൊണ്ട് തന്നെയാണ് പിശാച് ഏറ്റവും കൂടുതൽ യേശുവിന്റെ രക്തത്തെ ഭയപ്പെടുന്നത്, പേടിക്കുന്നത്. ദ ബ്ലഡ്, ദ ബ്ലഡ്, ബ്ലഡ്. യേശുവിന്റെ രക്തം ജയം എന്ന് പറയുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ പേടിക്കുവാൻ കാരണം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് അവന്റെ രക്തത്തിന്റെ വില കൊണ്ടാണ്. ആ വീണ്ടെടുപ്പിൽ നമ്മുടെ പാപമോചനം മാത്രമല്ല, നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടി, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ രോഗത്തിന്റെ സൗഖ്യത്തിനു വേണ്ടി, നമ്മുടെ ശാപങ്ങൾ
മുറിഞ്ഞ് ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ടുള്ള, ദൈവം നമുക്ക് നൽകുവാനുള്ള സകല അനുഗ്രഹങ്ങളും ഈ രക്തത്തിൻ്റെ വിലയാലാണ് ദൈവം വാങ്ങിച്ചിരിക്കുന്നത്. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ആ ഡെലിവറൻസ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന എല്ലാം ഈ രക്തത്തിൻ്റെ വിലയാലാണ്. We have been purchased and redeemed by the precious blood of Jesus, and therefore not just the forgiveness of sins, but also our deliverance from every kind of demonic bondage, from every kind of curse, from every kind of disease, from every kind of poverty issue, every kind of consequence of sin that has come into our life. So redemption, it is an eternal redemption. നിത്യമായി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുക. ക്രിസ്തുവിൽ അവന്റെ രക്തത്തിന്റെ വിലയാൽ ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. നമ്മുടെ സകല പാപങ്ങൾ, സകല രോഗങ്ങൾ, സകല ശാപങ്ങൾ, നമ്മുടെ എല്ലാ വിഷയങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. So we are truly rich in Christ. ക്രിസ്തുവിൽ സ്തോത്രം, ധനികരാണ് നാം. അവന്റെ കൃപാധനം, അവന്റെ കൃപയുടെ ധനം നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് വളരെ സഫലമായ കരുത്തോടെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയും. 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. എന്താണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്? ദൈവം അന്ത്യകാലങ്ങളിൽ വരുവാനുള്ള സകല കാര്യങ്ങൾ അത് പിൻകാലങ്ങളിൽ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ എല്ലാം മറഞ്ഞിരിക്കുകയാണ്. എന്താണ് ദൈവം അന്ത്യകാലങ്ങളിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വെളിച്ചം ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുക, ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ പുതിയ സൃഷ്ടികളായി തീർന്നപ്പോൾ, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നപ്പോൾ, നാം ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? അന്ത്യകാലങ്ങളിൽ വരുവാനുള്ള കാലത്തിൽ ദൈവം എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ആ ഒരു വെളിച്ചം, അവന്റെ ഹിതത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധ്യം ദൈവം നമുക്ക് നൽകുകയാണ്. God has revealed to us the mystery of his will for the end times and for the ages to come. How he is going to sum up everything that is in heaven and that is on earth in Christ Jesus. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയുന്നില്ലല്ലോ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് ഇനിയും പറയുകയില്ല. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. Reading in John chapter 15 verse 14 and 15, you are my friends if you do what I command you. No longer do I call you servants, for the servant does not know what the master is doing, but I have called you friends, for all that I have heard from my Father I have made it known to you. കർത്താവ് പറയുന്നത്, നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യജമാനൻ ചെയ്യുന്നത് ദാസന്മാർ അറിയുകയില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇപ്പോൾ നാം ദാസന്മാരല്ല, നാം അടിമകളല്ല, നാം ദൈവത്തിൻ്റെ സ്നേഹിതരായി തീർന്നിരിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ക്രിസ്തുവിലൂടെ കാലസമ്പൂർണതയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം കർത്താവ് വളരെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. നാം ഒരുങ്ങിയിരിക്കുവാൻ, നാം കാര്യങ്ങളെ തിരിച്ചറിയാൻ, നാം മനസ്സിലാക്കുവാൻ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ഹിതത്തെ, നീ അതൊരു മർമ്മമല്ല, അത് മറഞ്ഞു കിടക്കുന്ന ഒരു വിഷയമല്ല. മർമ്മം എന്ന് പറയുമ്പോൾ മിസ്റ്ററി, മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ തൻ്റെ മക്കൾക്ക്, തൻ്റെ സ്നേഹിതർക്ക് ദൈവം നമ്മളെ സ്നേഹിതരെന്ന് വിളിക്കുന്നുണ്ട്, ദൈവം നമ്മെ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്ന പോലെ, ഐ ആം എ ഫ്രണ്ട് ഓഫ് ഗാഡ്, ഐ ആം എ ഫ്രണ്ട് ഓഫ് ഗാഡ്, ആൻഡ് therefore God reveals to me his will, his plan, his purpose for the end times and the ages to come. നാം ദൈവത്തിൻ്റെ സ്നേഹിതരായതുകൊണ്ട് ദൈവം ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. അതെ, കർത്താവ് രണ്ടാമത് വരും, അർമ്മഗദോൻ യുദ്ധമുണ്ടാകും, പിശാചിനെ പിടിച്ച് 1000 വർഷത്തേക്ക് കെട്ടിയിടും. അത് കഴിഞ്ഞ് 1000 വർഷം യേശുവിൻ്റെ ഭൂമിയിലുള്ള വാഴ്ച സംഭവിക്കും. അത് കഴിഞ്ഞ് വീണ്ടും പിശാചിനെ തുറന്നുവിടും, പിശാച് വീണ്ടും യുദ്ധമുണ്ടാക്കും. അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ആ വെള്ളസിംഹാസനത്തിൻ്റെ ന്യായവിധി, ദ വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു സമയമുണ്ടാകും. അത് കഴിഞ്ഞ് കർത്താവ് ആകാശത്തെയും ഭൂമിയെയും മാറ്റും. ഈ പഴയ ആകാശവും ഭൂമിയും മാറിപ്പോകും. പുതിയ ആകാശവും ഭൂമിയും ദൈവം സ്ഥാപിക്കുവാനിടയായിത്തീരും. സ്വർഗത്തിൽ നിന്ന് പുതിയ യെരുശലേം ഭൂമിയിലേക്ക് വരും. ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്ന അങ്ങനെ ഒരു സ്വർണ്ണ യുഗം. Where God is going to
dwell with his people forever and ever. The golden era in the history of mankind. ദൈവത്തിന്റെ അന്ത്യകാല പദ്ധതികൾ, ദൈവത്തിന്റെ പ്ലാനുകൾ, പർപ്പസുകൾ എല്ലാം ദൈവം വെളിപ്പെടുത്തിയിരിക്കുക. എങ്ങനെയാണ് ക്രിസ്തുവിൽ ദൈവം സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തെയും ഏകീഭവിച്ച് ദൈവത്തിന്റെ ആ രാജ്യത്തെ ദൈവം സ്ഥാപിക്കുന്ന എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള മർമ്മം നീ ഒരു മർമ്മമല്ല, അത് മറന്നു കിടക്കുകയല്ല, ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആറാമത്തെ വലിയ അനുഗ്രഹം എന്താണ്? അത് നമുക്ക് 11-ാമത്തെ വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം. അവനിൽ നാം അവകാശം പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടതും. Ephesians chapter 1 verse 11 it reads, in him we have obtained an inheritance, having been predestined according to the purpose of him who works all things according to the counsel of his will. അവനിൽ നാം അവകാശം പ്രാപിച്ചിരിക്കുന്നു. We have obtained an inheritance in Christ. അതേ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ക്രിസ്തുവിലുള്ള ആറാമത്തെ വലിയ അനുഗ്രഹമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വലിയൊരു അവകാശം ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു. It reads in the book of 1 Peter chapter 1 verse 4 and 5 that you have an inheritance that is imperishable, undefiled and unfading, kept in heaven for you. നമുക്ക് വേണ്ടി വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്തുവിലായി തീർന്നിരിക്കുന്ന നമ്മൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നില്ലാത്തതുമായ അവകാശം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു. So we have an inheritance in heaven which is undefiled, which is imperishable, which is unfading. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ദൈവം സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതിന് ക്ഷയമില്ല, മാലിന്യമില്ല, അതൊന്നും നശിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ അവകാശം ഒഴുക്കി വെച്ചിരിക്കുകയാണ്. ഏഴാമത്തെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അത് 13-14 വാക്യങ്ങളിലാണ് നാം അത് വായിക്കുന്നത്. അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. It reads in verse 13 and 14, in him you also, when you heard the word of truth, the gospel of your salvation, and believed in him, you were sealed with the promised Holy Spirit, who is the guarantee of our inheritance until we acquire possession of it to the praise of his glory. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയൊരു കാര്യം ചെയ്തു. നിങ്ങളെ നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. We have been sealed with the promised Holy Spirit. നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ വെളിപ്പാടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ റോമൻ ഗവൺമെന്റിന്റെ സീസറിന്റെ ആ മുദ്രയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചത്. എങ്ങനെ ഒരു കാര്യം റോമൻ ഗവൺമെന്റിന്റെ സീസറിന്റെ മുദ്രയുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കും കൈകടത്തുവാൻ പാടില്ല, ആരും അതിനെ ടാമ്പർ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും കൈകടത്തിയാൽ പിന്നെ അത് വലിയ വിഷയമായി തീരും. സീസറിന്റെ പൂർണ്ണ ശക്തി കൊണ്ട് അവരെ വിരോധിക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ റോമൻ ഗവൺമെന്റിന്റെ സീൽ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് സീസറിന്റെ അധികാരത്തിന് കീഴിലാണ് എന്ന് പറയുന്ന പോലെ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ദൈവം ക്രിസ്തുവിൽ ആയിത്തീർന്ന നാം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സീലുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സീലുകൊണ്ട് നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. വി ആർ ഗോഡ്സ് പ്രോപ്പർട്ടി. അത് വലിയ ഒരു സെക്യൂരിറ്റിയാണ്. ദൈവം നമ്മെ സ്റ്റാമ്പ് ചെയ്തിരിക്കുകയാണ്, ദൈവം നമ്മെ സീൽ ചെയ്തിരിക്കുകയാണ്, ദൈവം നമ്മെ അറ്റസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം വലിയൊരു സുരക്ഷയാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ഗ്രേറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി ദാറ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പിശാചിന് നമ്മെ കൈകടത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം നമ്മെ സീൽ ചെയ്തിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ വകയാണ്, നാം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, ദൈവമാണ് നമ്മുടെ ഉടമസ്ഥൻ. ഗോഡ് ഈസ് അവർ ഓണർ. അതിൻ്റെ ഒരു മുദ്രയാണ്, ഒരു സീലാണ് നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നത്. നമ്മുടെ മേൽ ആർക്കും കൈകടത്തുവാൻ അവകാശമില്ല. നമുക്ക് വേണ്ടി സ്തോത്രം ചോദിക്കുവാൻ, പറയുവാൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി വിചാരണ ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന ആ സീലുകൊണ്ട് ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റ് വലിയൊരു മർമ്മം അതിനകത്ത് ദൈവം ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് that he is our guarantee, he is our down payment, that God will redeem us completely. ദൈവം നമ്മെ പൂർണ്ണമായി വീണ്ടെടുക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടെയാണ് ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്
ഇരിക്കുന്നത്. നമ്മളൊരു വസ്തു മേടിക്കുമ്പോൾ ആദ്യം നമ്മളത് കണ്ടു, അതിനൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് നമ്മളൊരു പൈസ കൊടുത്ത് അത് നമ്മൾ സ്വന്തമാക്കി തീർക്കുന്നത് പോലെ പിന്നെ ഒരു സമയം കഴിഞ്ഞ് ബാക്കി പൈസ കൂടെ കൊടുത്ത് നമ്മളതിനെ പൂർണ്ണമായി മേടിക്കും എന്നുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിടുമ്പോൾ ദൈവം പറയുകയാണ്, ഞാനൊരു അഡ്വാൻസ് കൊടുത്ത്, ഞാൻ എൻ്റെ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ ആക്കി. അതൊരു ഉറപ്പാണ്, അതൊരു ഗ്യാരണ്ടിയാണ്, അതൊരു പ്ലഡ്ജ് ആണ്. ഒരു ഡൗൺ പേയ്മെന്റ് ഞാൻ മേക്ക് ചെയ്യുക. യേശു രണ്ടാമത് വരുമ്പോൾ കാഹള ധ്വനിക്കുമ്പോൾ ദൈവം നമ്മെ പൂർണ്ണമായി വീണ്ടെടുക്കും. ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും മരിച്ചവൽ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുന്ന അങ്ങനെ വലിയ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ദൈവം നമ്മെ സീൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, we are stamped, we are set apart. ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാത്രങ്ങളാണ്. ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അത് കാണിക്കുന്നത് നാം ദൈവത്തിന്റെ വകയാണ്. That we are protected, we are secure. God is our honor. No one, no devil, no power of hell, no force of man can affect us. That we cannot be tampered because we have been sealed and stamped by the Holy Spirit. അത് വലിയ ഒരു പ്രോമിസാണ്. ഞാൻ പൂർണ്ണമായി വീണ്ടെടുക്കും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ദൈവം നമ്മെ വീണ്ടെടുക്കും. ദൈവം നമ്മെ തന്നോടുകൂടെ ചേർക്കും. നാം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കപ്പെടും. നാം രൂപാന്തരം പ്രാപിക്കും. നാം എന്നേക്കും കർത്താവിനോടുകൂടെ ആയിരിക്കും എന്ന വലിയൊരു ഉറപ്പാണ്, വലിയൊരു ഗ്യാരണ്ടിയാണ്, വലിയൊരു ഡൗൺ പേയ്മെന്റ് ആണ്. ദൈവം നമ്മെ സീൽ ചെയ്തിരിക്കുന്നു, ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള വെളിപ്പാടിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്. പൗലോസ് വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ഒന്ന്, അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി ദൈവം ഇതെല്ലാം ചെയ്തു. ദൈവത്തിന്റെ കൃപാതനം എത്ര വലുതാകുന്നു എന്നുള്ള ആ ഒരു പദപ്രയോഗം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കേണ്ട ഈ 7 സത്യങ്ങളാണ്, 7 വചന വെളിപ്പാടുകളാണ്. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. That I am chosen of God. I am not an accident. ദൈവം എന്നെ ദത്തെടുത്തിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കുടുംബക്കാരനാണ്. സോദരന്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. That I am adopted of God. That I am a royalty. I have the spirit of the Son crying out, Abba, Father. And therefore I am not an orphan. ഞാനൊരു അനാഥനല്ല. ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു. ദൈവം എന്നെ തന്റെ സ്വന്തമാക്കിയിരിക്കുന്നു. God has accepted me. All my insecurity is gone and I am accepted in the beloved and I am his favorite. ദൈവത്തിന്റെ ഒരു ഫേവറേറ്റ് ആയി ഞാൻ മാറിയിരിക്കുകയാണ്. ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എൻ്റെ സകല പാപവും, എൻ്റെ സകല ശാപവും, എൻ്റെ സകല വിഷയങ്ങളും ദൈവം തൻ്റെ രക്തത്തിന്റെ വിലയാൽ ദൈവം അത് കൊടുത്തു തീർത്തിരിക്കുന്നു. ദൈവം എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. I am redeemed of God, and all my sins, all my sickness, my disease, my infirmities, my curses, my poverty issues, every problem has been solved because I am redeemed by God. ദൈവം തന്റെ ഹിതത്തിന്റെ മർമ്മം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. God has revealed it to me, the mystery of his will. അന്ത്യകാലങ്ങളിൽ, കാലസമ്പൂർണ്ണതയിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്, ആ കാര്യങ്ങളെ വളരെ വ്യക്തമായി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. I am a friend of God. ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായതുകൊണ്ട് തന്റെ ഹിതത്തെക്കുറിച്ചുള്ള തന്റെ പ്ലാനുകൾ, തന്റെ പദ്ധതികളെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ദൈവം സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരു അവകാശം സ്ഥിരമാക്കി വെച്ചിരിക്കുന്നു. അത് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. ഹാലേലൂയ. അതിന് ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ഒരു വലിയ അവകാശം ദൈവം എനിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. God has reserved for me an inheritance that is imperishable, unfading in heaven and undefiled in heaven for me. God has sealed me with his Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാ, നാം ധനികരാണ്. ദൈവം നമ്മെ സകല ധനത്താലും സകല സമ്പത്തിനാലും സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയങ്ങളൊന്ന് പ്രകാശിച്ച് നാം അതൊന്ന് ഗ്രഹിച്ച് നാം അത് മനസ്സിലാക്കി ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എത്ര അവകാശങ്ങളാണ് ക്രിസ്തുവിൽ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് I am truly, truly, truly rich. I am blessed with all the spiritual blessings in Christ Jesus. May we truly draw from the true riches, from the limitless wealth, from the immense wealth that God has made available to us at our disposal, and may we walk not as paupers or beggars but as true sons and daughters of the Most High God.
അതുകൊണ്ട് തന്നെ പാപ്പരായി, ദരിദ്രരായി, ഭിക്ഷക്കാരെ പോലെ ജീവിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന. ദൈവത്തിൻ്റെ കൃപാധനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ച അന്ത്യകാലങ്ങളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന കത്തുന്ന ജ്യോതിഷകളായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.